പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ആത്മാവിന്റെ കൃപയോടെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ വചനം പങ്കുവെക്കപ്പെടുമ്പോൾ ആ കേൾക്കുന്നത് അപ്രകാരം തന്നെയാണോ എന്ന് ദൈവവചനം പരിശോധിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുവിന്റെ രക്ഷയിൽ വളരാം. ഒരുപക്ഷെ ഈ എപ്പിസോഡിന് തൊട്ട് മുൻപ് ഇറക്കിയ ആ എപ്പിസോഡ് എംപറർ ഇമ്മാനുവേലിനെ കുറിച്ച്, അവരുടെ പഠനത്തെക്കുറിച്ച്, സ്പിരിറ്റ് ഇൻ ജീസസിനെ കുറിച്ച്, അതിന്റെ തുടർമാനമായിട്ടാണ് വീണ്ടും ഈ വചനഭാഗം എപ്പിസോഡ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് ആരെങ്കിലും കാണാതെ കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേൾക്കണം, കാണണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം, അതാണ് നമ്മൾ ഇതിന് തൊട്ടു മുമ്പ് എപ്പിസോഡിൽ കേട്ടത്. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇമ്മാനുവേൽ, ഹല്ലേലൂയ, ഈ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്നവൻ കന്യകയിലൂടെ, യുവതി അത് ശരിക്കും കന്യക എന്നാണ്, കന്യകയിലൂടെ ഗർഭം ധരിച്ച് ഒരു പുത്രൻ ഈ ഭൂമിയിലേക്ക് വരും. ആ പുത്രനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും എന്നിടത്ത് അവിടെ കൊടുത്തിരിക്കുന്നത് ഹ അൽമ എന്നാണ്. യുവതിക്ക് കൊടുത്തിരിക്കുന്ന ഹ അൽമ, ഹെബ്രായ പദം. ഇതുപോലെ മാതൃത്വം ലഭിച്ചിരിക്കുന്ന എന്നേക്കുമായുള്ള ഏക വ്യക്തി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇനി വീണ്ടും മറിയ ഈ ഭൂമിയിൽ ഉണ്ടാകും, യേശുവിന് വീണ്ടും ജനനം കൊടുക്കും എന്നൊക്കെ പറയുന്നത് തെറ്റാണ്, കൽട്ടുപദേശമാണ്. അതാണ് നമ്മൾ മുൻപിലത്തെ എപ്പിസോഡിൽ അത് നമ്മൾ വചനത്തിലൂടെ അത് കൾട്ടാണ്. എംപറർ ഇമ്മാനുവേൽ എന്ന ആ ഗ്രൂപ്പ് മുരിയാട് നിവസിക്കുന്ന ഇരിങ്ങാലക്കുട കേരളത്തിലുള്ള ഗ്രൂപ്പ് ദൈവികമല്ല എന്ന് നമ്മൾ വ്യക്തമാക്കിയത് മുൻപുള്ള എപ്പിസോഡ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ മാതൃത്വം ലഭിച്ചിരിക്കുന്ന എന്നേക്കുമായുള്ള ഏക വ്യക്തി എന്നാണ് ഹ അൽമ, യുവതി എന്നതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഈ യുവതിയുടെ അടുക്കലേക്കാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗബ്രിയേൽ ദൂതൻ കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ ജോസഫ് എന്നു പേരായ വ്യക്തിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട അവളുടെ പേര് മറിയം എന്നായിരുന്നു. ലൂക്ക 1:27 നമ്മൾ കണ്ടത്. 28 ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. ഹല്ലേലൂയ. അപ്പോൾ ലൂക്ക 1:27 പറഞ്ഞിരിക്കുന്ന ആ കന്യക, വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യക, അത് മറിയം തന്നെയാണ്, ഹ അൽമയാണ്. അതിനർത്ഥം അവൾ കന്യകയായിരുന്നു പൂർണ്ണയർത്ഥത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അവൾ കന്യക തന്നെയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ ഈ വചനഭാഗത്ത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് പലപ്പോഴും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 24, 25 തിരുവചനങ്ങളിൽ ജോസഫിന് ഒരല്പം പ്രയാസം, ഡൗട്ടുണ്ടായി. അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയായതിൽ. അത് 18-ാം വാക്യം, മത്തായി 1:18. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു: അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ്, വിവാഹം കഴിഞ്ഞ ശേഷം അവർ തീർച്ചയായിട്ടും സഹവസിക്കുമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ജോസഫ് കാണപ്പെട്ടു. ജോസഫിന് നീതിമാനായതുകൊണ്ട് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ദൂതൻ ജോസഫിനോട് പറയുന്നത്, അവൾ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അത് 1:21. നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇപ്പം ഇമ്മാനുവേൽ എന്നർത്ഥം വരുന്ന യേശുവിൻ്റെ വാക്കിന്റെ അർത്ഥം തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. 23 ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ ജോസഫ് നിദ്രയിൽ നിന്നുണർന്നു. മത്തായി 1:24 ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. ജോസഫിന്റെ വിവാഹം കഴിഞ്ഞു. എന്നാൽ 25-ാം വാക്യം ഇങ്ങനെയാണ്: പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. യേശു ജനിച്ചു, അവൻ ശിശുവിനെ യേശു എന്ന് പേരിട്ടു. ഈ പദം ഒന്ന് ശ്രദ്ധിക്കുക.
പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ യേശു ജനിക്കുന്നതുവരെ അവൾ കന്യകയായി തുടർന്നിരുന്നു. ഒരു പുരുഷനുമായിട്ടുള്ളൊരു സഹവാസം, ദാമ്പത്യ ബന്ധം അവൾക്കുണ്ടായിരുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ലൂക്കയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ലൂക്കയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തില് ഒരു മർമ്മം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. ലൂക്ക 2:6-7. അപ്പം ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, മറിയം കന്യക തന്നെയായിരുന്നു. അതിനുവേണ്ടിയാണ് ദൈവം അവളെ ഒരുക്കിയത്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ആത്മാവിനാലും വചനത്താലും ഗർഭം ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. കൊച്ചുണ്ടാകുന്നതുവരെ അവര് തമ്മിൽ സഹവസിച്ചിരുന്നില്ല. അതിന്റെ അർത്ഥം നമുക്ക് പിടുത്തം കിട്ടിയല്ലോ. ഇനി ലൂക്ക 2:6-7. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവൾ ആരെയാ പ്രസവിച്ചത്? കടിഞ്ഞൂൽ പുത്രനെ. യഹൂദരുടെ ഇടയിലും ഇന്ന് നമ്മുടെ ഇടയിലാണെങ്കിൽ പോലും യഹൂദർക്ക് അതിന് പ്രോട്ടോട്ടോക്കോസ് എന്നാ പറയുക. കടിഞ്ഞൂൽ പുത്രൻ, ആദ്യത്തെ കുഞ്ഞ്, ആദ്യ ജാതൻ എന്നർത്ഥത്തിലാണ്. നമ്മളും കടിഞ്ഞൂൽ പുത്രൻ എന്ന് പറഞ്ഞാൽ മൂത്ത കുട്ടി എന്ന. ഒരൊറ്റ കൊച്ചേ ഉള്ളെങ്കിൽ ഇവനാണ് എൻ്റെ കടിഞ്ഞൂൽ പുത്രൻ, ആദിജാതൻ എന്നല്ല പറയുക, ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ എന്ന അർത്ഥത്തിലാണ്. അതിന് കൊടുക്കുന്ന പദം മൊണോഗനേസ് എന്നാണ്, ഏകജാതൻ. ഒരു കുട്ടിയെ ഉള്ളെങ്കിൽ യഹൂദര് പറയുക, ഇല്ല നമ്മളാണെങ്കിലും പറയുക ഒറ്റ കുട്ടിയേ ഉള്ളൂ, മൊണോഗനേസ് എന്നാണ്. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം ലൂക്ക 2:6-7, അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ, ആദ്യത്തെ പുത്രനെ, കുഞ്ഞിനെ പ്രസവിച്ചു. അത് യേശുവാണ് ആദ്യത്തെ കുഞ്ഞ്, മൂത്ത കുട്ടി. പ്രോട്ടോട്ടോക്കോസ് എന്നാണ് ആ പദം, നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് യേശു ആദ്യത്തെ കുഞ്ഞാണ് മറിയത്തിന്റെ. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിൽ നിന്ന് ദൈവാത്മാവിനാൽ ഉരുവായതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലും തെറ്റുപറ്റരുത്. നമ്മൾ മറിയം ഒന്നേ പ്രസവിച്ചുള്ളൂ, വേറെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് മറിയത്തിന് പ്രത്യേകമായിട്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അഥവാ ദാമ്പത്യ ബന്ധമോ അടുത്ത കുഞ്ഞുങ്ങളെ ഭാര്യ ഭർത്ത ജീവിതത്തിൽ പ്രസവിക്കുന്നതൊന്നും ഒരു തെറ്റേ അല്ല. പിന്നെ മറിയത്തിന് വേറെ കുഞ്ഞുണ്ടായതുകൊണ്ട് മറിയത്തിന് എന്താ കുഴപ്പം? അത് ഉണ്ടായി എന്ന കാര്യം നമ്മൾ സമ്മതിച്ചത് കൊണ്ട് എന്താ കുഴപ്പം? അപ്പൊ മറിയത്തെ ഒരു ദേവതയാക്കുവാൻ, ഇല്ല ഒരു ദൈവ പരിവേഷം കൊടുക്കാൻ വേണ്ടി മനഃപൂർവം ഒരൊറ്റ കുഞ്ഞേ ഉള്ളെന്ന് പറയുമ്പോൾ നമ്മൾ അറിയുക, അറിവുള്ളവന് തിരിച്ചറിയാൻ പറ്റും, വചന പരിജ്ഞാനമുള്ളവന് പറയും അങ്ങനെയല്ല, മറിയത്തിന്റെ കുഞ്ഞ് ആദ്യത്തെ കുഞ്ഞാണ്, യേശു കടിഞ്ഞൂൽ പുത്രനാണ്, പ്രോട്ടോട്ടോക്കോസ് എന്നാണ് പദം. കാരണം ലൂക്ക 8:19-21 യേശുവിന്റെ സഹോദരങ്ങളെ പരിചയപ്പെടുത്തുന്നു. ലൂക്ക 8:19, അവന്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു. ഇവിടെയാണ് ചിലർ പറയുന്നത് ഈ സഹോദരങ്ങള് യോസഫിന്റെ അപ്പുറത്തെ വീട്ടിലെ ബന്ധുവാണ്, ഇപ്പുറത്തെ ബന്ധുവാണ്, രക്തബന്ധത്തിൽപ്പെട്ടതെന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. 20-ാം വാക്യം, നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ചു പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. ഹല്ലേലൂയ. ഇവിടെ യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും യേശുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി, പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എൻ്റെ അമ്മയും സഹോദരന്മാരും ആരാണ്? ഞാൻ പറയുന്ന വചനം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഹല്ലേലൂയ. അതുപോലെ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 54 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നോക്കുമ്പോൾ യേശു സ്വന്തം നാട്ടിൽ വന്നു സിനഗോഗിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? മത്തായി 13:55, ഇവൻ ആ തച്ചന്റെ മകനല്ലേ? മറിയമല്ലേ ഇവന്റെ അമ്മ? അപ്പന്റെ പേരും അമ്മയുടെ പേരും കൃത്യമാണ്, ഒരു തെറ്റുമില്ല. യാക്കോബ്, യോസഫ്, ഷിമിയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ? അപ്പോൾ യേശുവിന്റെ 4 സഹോദരന്മാരുടെ പേരും കൊടുത്തു. അപ്പന്റെ പേര് തെറ്റല്ല, അമ്മയുടെ പേര് തെറ്റല്ല. സ്വന്തം നാട്ടിലുള്ളവർ പറയുക, ഇവന്റെ സഹോദരങ്ങൾ, ഇളയത്തങ്ങൾ യാക്കോബ്, ജോസഫ്, ഷിമിയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ. 56-ാം വാക്യം, ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ, പിന്നെ ഇവന് മാത്രം ഇതെല്ലാം എവിടെ നിന്ന്? അവരെല്ലാം സാധാരണക്കാരെ പോലെയാ. കാരണം അവര് ജോസഫിന്റെ മറിയയുടെ മക്കളാ. യേശു ദൈവത്തിന്റെ പുത്രനാണ്, ആത്മാവിലുണ്ടായവനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ അപ്പന്റെ പേരും അമ്മയുടെ പേരും അവർക്കറിയാവുന്ന അപ്പന്റെ പേരും അമ്മയുടെ പേരും കുറിച്ചു. സഹോദരങ്ങൾ, അനിയന്മാര് 4 പേരും പിന്നെ സഹോദരിമാരും
നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന് വ്യക്തമായി ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തില് 3 എന്താ പറയുന്നത്? ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ. അപ്പം യേശു ചെറുപ്പകാലത്ത് അപ്പന്റെ ആ ജോലി അത് ഫോളോ ചെയ്തിരുന്നു, മരപ്പണി ചെയ്തിരുന്നു. ഇവന്റെ സഹോദരങ്ങൾ 4 പേരെന്ന് പറയും. എന്നിട്ട് പറയും ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുവിനെ ജീവിച്ചിരുന്ന സമയത്ത് യേശുവിൻ്റെ സഹോദരങ്ങൾ പോലും യേശുവിനെ വിശ്വസിച്ചിരുന്നില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിന്റെ 2 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ കാണുന്നു. യോഹന്നാൻ 7:2 മുതൽ, യഹൂദരുടെ കൂടാര തിരുനാൾ സമീപിച്ചിരുന്നു. അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു. ആരാ പറയുന്നു? യേശുവിന്റെ സഹോദരന്മാർ. നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക. 5-ാം വാക്യം, അവന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സഹോദരങ്ങൾ പോലും യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിൽ ആ പ്രവചനം മുൻകൂട്ടി 69 സങ്കീർത്തനം 69-ന്റെ 8-9 തിരുവചനത്തിൽ പറയുന്നത്, എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനായി, എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. ഇനി സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധുക്കളാണെന്ന് നമ്മൾ ഒരുപക്ഷെ പറഞ്ഞാൽ തന്നെ, എൻ്റെ അമ്മയുടെ മക്കൾ എന്ന് പറഞ്ഞ പിന്നെ ആരാ? അവിടെ ക്ലിയറായി. അപ്പൊ സങ്കീർത്തനം 69-ലൂടെ പരിശുദ്ധാത്മാവ് യേശു ആദിജാതനായിരുന്നു എന്നും അതിനുശേഷം യേശുവിന് സഹോദരങ്ങളും സഹോദരിമാരും ഉണ്ടായിരുന്നു എന്നും ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒരിക്കൽ കൂടി 69 സങ്കീർത്തനം 69:8-9, എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ പതിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. ഇപ്പോൾ ഇവിടെ എൻ്റെ അമ്മയുടെ മക്കൾ എന്ന് പറയുന്നത് യേശുവിൻ്റെ സഹോദരങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് പോയില്ലെങ്കിൽ, നമ്മൾ തെറ്റായ ഉപദേശങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ നമ്മൾ പോകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, തൻ്റെ സഹോദരങ്ങൾക്കൊക്കെ കാണപ്പെട്ടതിന് ശേഷമാണ് സഹോദരങ്ങൾ യേശുവിൽ വിശ്വസിക്കാൻ പോലും ഇടയായിത്തീർന്നത്. അപ്പോസ്തലപ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിൽ യേശു അവരോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ അവരെല്ലാവരും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷം അവർ പട്ടണത്തിൽ അവർ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിലേക്ക് ചെന്നു. അത് അപ്പോസ്തലപ്രവൃത്തി 1:13. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ആരുടെ സഹോദരന്മാർ? അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം. അപ്പൊ യേശുവിൻ്റെ സഹോദരങ്ങൾ യേശുവിൽ വിശ്വസിച്ചത് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷമാണ്. യോഹന്നാൻ 7:2-5 നമ്മൾ കണ്ടു, അവർ വിശ്വസിച്ചിരുന്നില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് യേശുവിൻ്റെ സഹോദരനാണ്. ഗലാത്യ 1-ാം അധ്യായം 18-19 തിരുവചനം. ഗലാത്യ 1:18, 3 വർഷത്തിന് ശേഷം കേപ്പയെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയി, അവനോടൊത്ത് 15 ദിവസം താമസിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. 19-ാം വാക്യം, കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പസ്തോലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. ഇവിടെ പൗലോസ് അപ്പസ്തോലൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ശേഷം ജെറുസലേമിൽ ചെന്നപ്പോൾ കർത്താവിൻ്റെ ബ്രദർ യാക്കോബിനെ കണ്ട കാര്യം അവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ യേശുവിന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു.
പ്രൊട്ടോട്ടോക്കോസ്, ആദ്യത്തെ പുത്രൻ, ആദ്യജാതനായിരുന്നു യേശു. എന്നാൽ ഒറ്റ കുഞ്ഞേ ഉള്ളെങ്കിൽ നമുക്കറിയാം മോണോഗനേസ് എന്ന പദമാണ് ഉപയോഗിക്കുക. അത് യോഹന്നാൻ 1:14 ഉപയോഗിച്ചിരിക്കുന്ന പദം മോണോഗനേസ് ആണ്. അവിടെ പറയുകയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ ഏകജാതൻ എന്നതിന് മോണോഗനേസ് എന്ന പദമാണ് കൊടുക്കുന്നത്, ഏകജാതൻ. അതുപോലെ 1-ാം അധ്യായം അതിന്റെ 18 പറയുന്നു, ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അവിടെയും മോണോഗനേസ്, ഏകജാതൻ, ഒറ്റപുത്രൻ എന്ന അർത്ഥത്തിലാണ്. ഹല്ലേലൂയ. ഇനി 3-ാം അധ്യായം, യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിന്റെ 16-ാം തിരുവചനത്തിലും മോണോഗനേസ് തന്നെയാണ്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇവിടെ എല്ലാം മോണോഗനേസ് എന്ന പദം തന്നെയാണ്. ഹല്ലേലൂയ. 3-ാമത്തെ തിരുവചനത്തിലും പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല, വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഏകജാതൻ, മോണോഗനേസ്, ഇത് ദൈവത്തിന്റെ അയക്കപ്പെട്ട ഏകജാതനാണ് യേശു ക്രിസ്തുവെങ്കിൽ നമ്മുടെ മറിയമിന്റെയും ജോസഫിന്റെയും വീട്ടിൽ ഏകജാതനല്ല, മോണോഗനേസ് അല്ല. അവർക്ക് പ്രൊട്ടോട്ടോക്കോസ്, ആദ്യജാതനായിരുന്നു നമ്മുടെ കർത്താവ് യേശു എന്ന കാര്യം മറന്നു പോകരുത്. വിധവയുടെ ഏകപുത്രന്റെ കാര്യം പറയുന്നിടത്തും ലൂക്ക 8:42 അതുപോലെ 9:38 ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്ന ഏക മകൻ, ഏകപുത്രൻ എന്നിടത്തെല്ലാം കൊടുത്തിരിക്കുന്നത് മോണോഗനേസ് എന്ന പദം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് ഈ ക്രിസ്മസ് ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പുൽക്കൂടൊക്കെ നമ്മൾ കാണുമ്പോൾ അവിടെ ആട്ടിടയന്മാരെ കാണാറുണ്ട്. അവിടെ 3 രാജാക്കന്മാരെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയുന്ന ജ്ഞാനികളാണ്, ചിലർ പറയുന്ന വിദ്വാൻമാരാണ്. അവരെയും ആ പുൽത്തൊഴുത്തിൽ നമുക്ക് കാണാൻ പറ്റും. സത്യത്തില് ഇവരൊക്കെ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ വന്നവരാണ്? ഇവരെല്ലാം പുൽത്തൊഴുത്തിൽ വെച്ചാണോ യേശുവിനെ കണ്ടത്? ഇവരാരൊക്കെയാണ്? മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1-2 തിരുവചനം. ഹെറോദോസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദോസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അപ്പോൾ ഇവര് ജ്ഞാനികൾ, ചിലർ പറയുന്ന 3 പേരാണെന്ന്. 3 പേരെന്ന് പറയാൻ കാരണം പൊന്നും കുന്തിരിക്കവും മീറയും അവർ കാഴ്ചവെച്ചതുകൊണ്ടല്ല. അത് ബൈബിളിൽ എവിടെയും അവർ 3 പേരാണെന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അതുപോലെ ചിലർ പറയുന്നത് ഇവര് ഈ ജ്യോതിഷികളാണ്, ജ്യോതിഷന്മാരാണ്. അതുകൊണ്ട് അത് തെറ്റുള്ള കാര്യമല്ല, നക്ഷത്രമൊക്കെ നോക്കി വാരഫലമൊക്കെ നോക്കി പറയുന്നവരാണ് എന്നാണ് ചിലർ പറയുന്നത്. ശരിക്കും ജ്ഞാനികൾ അഥവാ മാഗോയ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്ന പദം. ഇവർ നക്ഷത്രം കണ്ടാ വന്നത്. ഇവരാരാണ്? ഇവർ ചിലർ പറയുന്നത് പോലെ ആസ്ട്രോളജി പഠിച്ചവരാണോ? ആസ്ട്രോളജി പഠിച്ചവരെന്ന് ജ്യോതിഷന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പേര്, ജനന സമയം, തീയതി, ലിംഗഭേദം ഇവയൊക്കെ നോക്കി ഒരു നക്ഷത്രത്തെ നിർണയിച്ച് നമ്മുടെ സ്വത്തുക്കള്, വിവാഹം, വിദ്യാഭ്യാസം, സമ്പത്ത്, ഭാവി, ഭൂത, വർത്തമാനം പറയുന്ന വ്യക്തികളാണ് ഇവരെന്നാണ് ചിലർ പറയുന്നത്, അസ്ട്രോളജി പഠിച്ചവർ. സത്യത്തിൽ ഇവർ ആ വകുപ്പിൽപ്പെട്ടവരല്ല. ഇവര് അസ്ട്രോണമീസാണ്. ആഗോള വസ്തുക്കളെയും പ്രതിഭാസങ്ങളെയും ഉത്ഭവവും പരിണാമവും അക്കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കുന്നവർ, പഠിക്കുന്നവരായിരുന്നു ഇവര്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരൊരു പ്രത്യേക നക്ഷത്രം കണ്ടതും അത് അവർ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ഒരു രാജകുമാരൻ, ലോകത്തെ ഭരിക്കുന്ന ഒരുവൻ പിറന്നിട്ടുണ്ട് എന്നവർക്ക് ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ പറ്റിയതനുസരിച്ചാണ് ഇവർ പൗരസ്ത്യ ദേശത്ത് നിന്ന് യാത്ര പുറപ്പെടുന്നത്. ഈ നക്ഷത്രം ഉണ്ടാകുന്നത് യേശു ജനിക്കുന്ന സമയത്താണ് ഇവർ കാണുന്നത്. ഇവർ യാത്ര ചെയ്ത് ഒരു വലിയ കാലഘട്ടത്തിന് ശേഷം, സമയത്തിന് ശേഷമാണ് ഈ രാജ്യത്തെത്തിയിരിക്കുന്നത്. ഗണിതശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം എന്നിവയൊക്കെ ഗ്രഹങ്ങൾ, എന്നിവയിലൂടെ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, നെബുലകൾ, ഗാലക്സികൾ, ഉൽക്കകൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ഗാമാരശ്മികൾ, സൂപ്പർ നോവ സ്ഫോടനങ്ങൾ തുടങ്ങി
പ്രപഞ്ചത്തെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലെ ജ്ഞാനികളായിരുന്നു ഇവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിന്റെ 11-ാം തിരുവചനത്തിൽ അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോട് കൂടെ കാണുകയും അവനെ കുമ്പിട്ടാരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്ന്, കുന്തുരുക്കം, മീറ അവർ കാഴ്ചവെച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവർ 3 പേരാണോ? 3 പേരാണെന്ന് നമ്മളങ്ങോട്ട് തീരുമാനിച്ചിരിക്കുക. സത്യത്തിൽ ഇത്രയും ലോങ് യാത്രയിൽ ഇവരൊറ്റയ്ക്കൊന്നും 3 പേര് തന്നെയൊന്നും പോകത്തില്ല. ഈ ഇവരുടെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ കൊള്ളയടിക്കപ്പെടാം. അതുകൊണ്ട് ഒരു വലിയ സംഘം ഇവരുടെ കൂടെ ഉണ്ട്. ഒരു വലിയ സംഘമായിട്ടാണ് ഇവരെത്തിയിരിക്കുന്നത്. ഇതാ ജെറുസലേം മുഴുവൻ പരക്കണമെങ്കിൽ ഒരു 3 പേര് വന്നുകൊണ്ടല്ല പറയുന്നത്. ഒരു വലിയ സംഘം പൗരസ്ത്യ ദേശത്ത് നിന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ ജനങ്ങളെല്ലാം അറിഞ്ഞു ഇതെന്താ കാര്യമെന്ന്. അപ്പം ആട്ടിടയന്മാർ വന്ന സമയം വേറെ, ഇവർ വന്ന സമയം വേറെയാണ്. ഇവര് 2 പേരും ഒരുമിച്ച് യേശുവിനെ ഒരു സ്ഥലത്ത് വന്നിട്ടല്ല ഇവർ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തില് അതിന്റെ 8 മുതലുള്ള തിരുവചനങ്ങളിൽ വയലുകളിൽ ആടുകളെ രാത്രി യേശു പ്രസവിച്ച സമയത്ത് കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുടെ അടുക്കൽ കർത്താവിന്റെ ദൂതനെത്തി. കർത്താവിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. അവർ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, 10-ാം വാക്യം, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ സദ്വാർത്തയെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു. 11-ാം വാക്യം, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇടയന്മാർക്ക് ദൂതൻ വെളിപ്പെട്ടിട്ട് ഇന്ന് ജനിച്ചു എന്നാണ് പറഞ്ഞത്. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ 15-ാം വാക്യം, ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാൻ, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അപ്പൊ ഈ ആട്ടിടയന്മാരാണ് പുൽത്തൊട്ടിയിൽ വന്ന് ഈ ശിശുവിനെ കണ്ടത്, ഈ ജ്ഞാനികളല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ജ്ഞാനികൾ പുൽത്തൊട്ടിയിൽ വെച്ചല്ല കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനത്തിൽ ഇവരെവിടെ വെച്ചാ കാണുന്നത്? അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോട് കൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. അവര് യേശുവിനെ കുമ്പിട്ട് ആരാധിച്ചത് അത് ഭവനത്തിൽ ചെന്നിട്ടാ. അവര് ഈ പുൽക്കൂട്ടിൽ അവരുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അറിവില്ലാത്തതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു വെക്കുന്നത്. പുൽക്കൂട്ടിൽ 3 പേരെ കൊണ്ടുവച്ചിരിക്കുന്നു. ഇത് 3 ആണെന്ന് തെളിവൊന്നുമില്ല. അവരൊരു സംഘം ആൾക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാത്രമല്ല, ഇവർ വന്ന സമയത്ത് എങ്ങനെയായാലും യേശുവിന് ഒരു 6 മാസം പ്രായത്തിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മത്തായി 2:16 ഹെറോദോസ് 2 വയസ്സിന് താഴെയുള്ള ശിശുക്കളെ മുഴുവൻ വധിച്ചു കളയാൻ വേണ്ടിയാ കൽപ്പന പുറപ്പെടുവിച്ചത്. അപ്പം അവൻ ആ സമയമൊക്കെ ഒന്ന് മനസ്സിലാക്കി ഹെറോദോസ്. 2-ാം അധ്യായം 16-ാം വാക്യം. ഈ മത്തായി 2:16 ആയപ്പോഴേക്കും ഈ ജ്ഞാനികൾ ഈ പൊന്നും കുന്തിരിക്കവും മീറും ഒക്കെ കാഴ്ച അർപ്പിച്ചിട്ട് അവര് ഹെറോദോസിന്റെ ആ സ്ഥലത്തേക്ക്, രാജകൊട്ടാരത്തിലേക്ക് പോകാതെ അവർ മടങ്ങിപ്പോയി. അപ്പൊ ജ്ഞാനികൾ ആ വഴിക്ക് വന്നില്ല എന്ന് മനസ്സിലായപ്പോ ജ്ഞാനികളോട് പറഞ്ഞത്, നിങ്ങൾ പോയി സൂക്ഷ്മമായി കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ഇവിടെ വന്ന് ഞങ്ങളോട് പറ, ഞങ്ങൾക്കും പോയിട്ടൊന്ന് ആരാധിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ പോയി കൊന്നു കളയണമെന്നാ. കാരണം ഞാനൊരു രാജാവായി ഇവിടെ ഇരിക്കെ രാജകൊട്ടാരത്തിൽ ഈ ജ്ഞാനികൾ വന്നിട്ട് അന്വേഷിക്കുകയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന്. ചുമ്മാതെയല്ല പുള്ളിക്ക് ദേഷ്യം വന്നത്. അതുകൊണ്ട് 16-ാം വാക്യം 2:16 മത്തായി 2:16, ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദോസ് രോഷാകുലനായി അവരിൽ നിന്നും മനസ്സിലാക്കിയ സമയമനുസരിച്ച് ജ്ഞാനികൾ പറഞ്ഞു കൊടുത്തു ഈ നക്ഷത്രം എപ്പാ കണ്ടേന്ന്. ആ സമയത്ത് കൊച്ചു ജനിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് അവൻ ബത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു. അപ്പോൾ ഇവര് ആ സ്ഥലത്തില്ല. അവര് രാത്രി തന്നെ ഈ ജ്ഞാനികൾ ഇവരെ കണ്ട വീട്ടിൽ ചെന്ന് കണ്ട ആ രാത്രി തന്നെ അവരവിടുന്ന് ഈജിപ്തിലേക്ക് പോവുകയും ചെയ്തു. മത്തായി 2:13-14 ജ്ഞാനികൾ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക, ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദോസിന്റെ മരണം വരെ അവിടെ താമസിച്ചു. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊള്ളുക, ഏതാണ്ട്
2 വയസ്സിൽ താഴെ 6 മാസം പിന്നിട്ട ഒരു പ്രായ കാലഘട്ടത്തിലാണ് ഈ ജ്ഞാനികൾ യേശുവിനെ കാണാൻ വന്നത്. മത്തായി 2:11 ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. മത്തായി 2:11 അവർ ഭവനത്തിൽ പ്രവേശിച്ചു. ജ്ഞാനികൾ ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും, കാരണം അമ്മ കൂടെയുണ്ട്, അവനെ കുമ്പിട്ട് ആരാധിക്കുക. അത് ആ വാദം പ്രത്യേകം മെൻഷൻ ചെയ്യണം. മറിയത്തിന്റെ കൂടെയാ യേശുവിനെ കണ്ടത്, പക്ഷെ അവര് കുമ്പിട്ടതും ആരാധിച്ചതും അവനെയാണ്, മറിയത്തെയല്ല. ഇന്ന് പലരും മറിയാരാധനയിലേക്ക് തിരിയുകയാണ്. പ്രാർത്ഥിച്ചു മറിയത്തിന്റെ രൂപവും ഇതൊക്കെ ഉണ്ടാക്കി മറിയത്തോട് അമിതമായ ഒരു പ്രാർത്ഥനയും താല്പര്യം ഉണ്ടാക്കുകയാണ്. എന്നാൽ ഇവര് ജീവനുള്ള യേശുവിനെ കുമ്പിട്ട് ആരാധിച്ചു. ഇന്ന് ആ പേരും പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ഉണ്ണിയേശുവിന്റെ രൂപമൊക്കെ ഉണ്ടാക്കി വീടുകൾ തോറും കൊണ്ട് നടക്കുക, ചുംബിക്കാനൊക്കെ. പണ്ട് ഞങ്ങളും രൂപമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഈ രാത്രിയിൽ അന്നൊന്നും കറണ്ടൊന്നുമില്ല, ഈ പെട്രോൾ മാക്സ് ഒക്കെ എടുത്ത് നടന്ന് ചില വീട്ടിലൊക്കെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ നോക്കുക, ഉണ്ണീശുവിനെ കാണാനില്ല. കാരണം ആ വരുന്ന വഴിക്ക് പുള്ളി മൂപ്പരെ ഉരുണ്ട് താഴോട്ട് പോയി, ഈ കയ്യിലുണ്ടായിരുന്ന രൂപ താഴെ പോയി. പ്രൈസലോ. ഇതിനെടുത്തുകൊണ്ട് നടക്കുക ഇങ്ങനെ ചുംബിപ്പിക്കാൻ വേണ്ടി. കാരണം ഏതാണ് ശരി എന്നുള്ളൊരു ആശയക്കുഴപ്പം ജനങ്ങളുടെ ഉള്ളിൽ കിടക്കുക. കാത്തലിക് സമൂഹം ഉപയോഗിക്കുന്ന POC ബൈബിളിൽ അപ്പോക്രിഫ ലേഖനത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വചനഭാഗങ്ങളുണ്ട്. നമുക്കൊന്ന് കാണാം. അപ്പോക്രിഫ ഗ്രന്ഥമായ ജ്ഞാനത്തിന്റെ പുസ്തകം 14:26 ശരി ഏതെന്നുള്ള ആശയക്കുഴപ്പം. അപ്പൊ ഈ ആരാധനയിൽ, പ്രാർത്ഥനയിൽ, വിശ്വാസ ജീവിതത്തിൽ ശരി ഏതാണെന്ന് തിരിച്ചറിയാത്ത ഒരു ആശയക്കുഴപ്പമുള്ളതായിട്ട് അവിടെ തന്നെ ഈ അപ്പോക്രിഫയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ജ്ഞാനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 16 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ കത്തോലിക്കർക്ക് വേണ്ടി പ്രത്യേകമായി പറയുന്ന ഭാഗമാണ്. അവിടെ പറയുകയാണ്, വിഗ്രഹങ്ങൾക്ക് അതിനെ തന്നെ സംരക്ഷിക്കാൻ ശക്തിയില്ലാത്തത് കൊണ്ട്, വിഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് 13:16, അതിനെ തന്നെ സംരക്ഷിക്കാൻ ശക്തിയില്ലാത്തത് കൊണ്ട്, പരസഹായം വേണമെന്നറിയാവുന്നത് കൊണ്ട് അത് വീണു പോകാതെ അവൻ അത് ശ്രദ്ധിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ണീശോ വീണുപോയി, ശ്രദ്ധിച്ചാ വന്നത്, പക്ഷെ താഴെ പോയി. എങ്കിലും 17-ാം വാക്യം, സമ്പത്തിനും വിവാഹത്തിനും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിർജീവമായ അതിനെ വിളിച്ചപേക്ഷിക്കാൻ അവന് ലജ്ജയില്ല. സത്യത്തിൽ ഇതിനൊരു ജീവനുമില്ല. നമ്മൾ ജീവനുള്ള ദൈവത്തെയല്ലേ വിളിച്ചപേക്ഷിക്കേണ്ടത്. പക്ഷെ ഇത് ചെയ്യുന്നവൻ ഒരു ലജ്ജയുമില്ല, കാരണം അവന് ശരി ഏതെന്നറിയത്തില്ല. 18-ാം വാക്യം, ആരോഗ്യത്തിന് ദുർബല വസ്തുവിനോടും, ആരോഗ്യം ഉണ്ടാകാൻ ഈ വിഗ്രഹത്തോടും, ദുർബലമായ ഈ വിഗ്രഹത്തോടും, ജീവൻ ലഭിക്കുവാൻ നിർജീവ വസ്തുവിനോടും, ഒരു ജീവനില്ലാത്ത ഇതിനോടും, സഹായം ലഭിക്കാൻ അനുഭവജ്ഞാനമില്ലാത്തതിനോടും, യാത്രാമംഗളത്തിന് എങ്ങോട്ടേ പോകുക, അപ്പൊ പ്രാർത്ഥിക്കുക ഈ വിഗ്രഹത്തോട്, ഈ യാത്രാമംഗളത്തിന് അജര വസ്തുവിനോടും അവൻ പ്രാർത്ഥിക്കുന്നു. ധനസമ്പാദത്തിനും ജോലിക്കും പ്രവൃത്തികളിലുള്ള വിജയത്തിനും വേണ്ടിയുള്ള ശക്തിക്ക് ശക്തിഹീനമായ കരത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ശരിയേതെന്നുള്ള ആശയക്കുഴപ്പത്തിൽ പോകുന്നവർക്ക് ദൈവത്തിന്റെ വചനം ഉള്ളം തുറന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 14-ാം അധ്യായം 12, വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തതയുടെ ആരംഭം. ദൈവസന്നിധിയിൽ ഒരു വ്യക്തി, ഒരു കുടുംബം, ഒരു ദേശം, ഒരു രാജ്യം അവിശ്വസ്തരായി പെരുമാറുന്നതിന്റെ കാരണം അവിടെ ആരംഭിച്ച വിഗ്രഹ നിർമ്മാണ ചിന്തയാണ്. അവയുടെ കണ്ടുപിടുത്തമാണ് ജീവിതത്തെ ദുഷിപ്പിച്ചത്. അവ ആദ്യം മുതലുള്ളതോ അവസാനം വരെ നിലനിൽക്കുന്നതോ അല്ല. അത് ഇനിയുള്ള സഹസ്രാബ്ദ കാലത്ത്, പ്രൈസ് ലോർഡ്, അതിനുശേഷമുള്ള കാലങ്ങളിലോ ഈ വിഗ്രഹങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. 14:8 പറയുകയാണ്, ഞാനും 14:8, കരനിർമ്മിത വിഗ്രഹം ശപിക്കപ്പെട്ടതാണ്, അത് നിർമ്മിച്ചവനും ശപിക്കപ്പെട്ടവൻ, കാരണം അവൻ ആ നശ്വര വസ്തു നിർമ്മിച്ച് അതിന് ദൈവമെന്ന്, ദേവിയെന്ന്, ദേവനെന്ന് പേര് വിളിച്ചു. അപ്പൊ ശാപവും അതിലൂടെ വരികയാണ്. ജ്ഞാനം 14:27 മുതലുള്ള തിരുവചനം, പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും. എല്ലാ തിന്മകളുടെയും തുടക്കം വിഗ്രഹാരാധനയാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഇത് തിരിച്ചറിയുന്നവർ ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ പോകാതിരിക്കുകയാണ്. 28-ാം വാക്യം, അവയെ ആരാധിക്കുന്നവർ മതോന്മത്തരാവുകയും നുണകൾ പ്രവചിക്കുകയും, ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അതിനെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നവര്
പ്രവചിക്കുന്നത് സൂക്ഷിച്ചോണം. നുണകയായിരിക്കും, അതായത് നുണയുടെ ആത്മാവായിരിക്കും അവരിലൂടെ പ്രവചിക്കുക. കൂസലന്യെ സത്യം ലംഘിക്കുകയും ചെയ്യുന്നു. അവർക്ക് സത്യത്തെ, വചനത്തെ ലംഘിക്കുന്നതിന് ഒരു കൂസലും ഉണ്ടാകത്തില്ല. നിർജീവ വിഗ്രഹങ്ങളിൽ പ്രത്യാശ അർപ്പിച്ച് അവർ ഉപദ്രവമുണ്ടാവുകയില്ലെന്ന പ്രതീക്ഷയോടെ നീച പ്രതിജ്ഞകൾ ചെയ്യുന്നു. വിഗ്രഹങ്ങളുടെ മുന്നിൽ ഉടമ്പടികൾ, പ്രതിജ്ഞകൾ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തെ പ്രതിഷ്ഠിക്കുക. വിഗ്രഹങ്ങൾക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് അവർ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ പുലർത്തി. തിരുക്കുടുംബത്തിന്റെ പ്രതിഷ്ഠ ഒക്കെ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. വിശുദ്ധിയോടുള്ള അജ്ഞത മൂലം കള്ളസത്യം ചെയ്ത് ഇവര് ശിക്ഷ അനുഭവിക്കുമെന്ന് വ്യക്തമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇതിനിടയിൽ പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായത്തിലെ 10 കൽപ്പനകൾ ഒന്നെടുത്ത് വായിച്ചു നോക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ പലപ്പോഴും പങ്കുവെച്ച കാര്യമായതുകൊണ്ട് 2ാമത്തെ കൽപ്പനയായ ഒരു വിഗ്രഹവും നിർമ്മിക്കരുത് എന്നുള്ള ആ പ്രമാണം അത് നിങ്ങൾ തന്നെ എടുത്ത് വായിക്കുക. ഏതായാലും ഏശയ്യാ 45:20 തടി കൊണ്ടുള്ള വിഗ്രഹം പേറി നടക്കുകയും, അപ്പൊ ചിലർ ഈ വിഗ്രഹത്തെ പേറി നടക്കുക, എടുത്തുകൊണ്ട് നടക്കുക. അതാണ് ഈ ക്രിസ്മസിനും ഒക്കെ നമ്മൾ കാണുന്നത്, പെരുന്നാളിനൊക്കെ. രക്ഷിക്കാൻ കഴിവില്ലാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവർ അജ്ഞരാണ്. 46:7 അവർ അതിനെ ചുമലിൽ വഹിച്ചുകൊണ്ടുപോയി യഥാസ്ഥാനം ഉറപ്പിക്കുന്നു. കാരണം അതിനെ ഉറപ്പിച്ചു വെക്കണം, എടുത്തുകൊണ്ട് നടക്കണം. അവിടെ നിന്ന് അതിന് ചലിക്കാനാവില്ല. ഒരിടത്ത് കൊണ്ട് ഉറപ്പിച്ച പിന്നെ അവിടുന്ന് അത് പോയില്ല. ഒരു പൂച്ചയ്ക്ക് പോലും പോകാൻ പറ്റും. ഒരുവൻ കേണപേക്ഷിച്ചാൽ അത് ഉത്തരം അരുളുകയോ ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് ചുമലിൽ എടുത്തുകൊണ്ട് നടക്കണം. എവിടെങ്കിലും ചുമരിലോ മറ്റൊരു സ്ഥലത്തോ പ്രതലത്തിലോ കൊണ്ട് ഉറപ്പിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് ഉത്തരം അരുളത്തില്ല. ഹല്ലേലൂയ. അത് നമ്മളെ രക്ഷിക്കുവാനും പോകുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളുടെ മുന്നിലൊന്നും മുട്ടുമടക്കിയോ അതിനെ ചുംബിക്കുകയോ ചെയ്യാതെ യേശുവിൻ നാമത്തിൽ ഒരു വേർതിരിവ്, ഒരു ശേഷിപ്പുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 രാജാക്കന്മാർ 19:18 എന്നാൽ ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും. ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത, അതിനെ ചുംബിക്കാത്ത. നിങ്ങൾ പരിശോധിച്ചോണം, നിങ്ങളെ ഏതെങ്കിലും വിഗ്രഹങ്ങൾ ചുംബിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും മരിച്ച വ്യക്തികളുടെ അവയവമായിരിക്കാം, ശരീരമായിരിക്കാം, എന്ന് പറഞ്ഞാൽ വിശുദ്ധരെന്ന് പറഞ്ഞ അവരുടെ തിരുശേഷിപ്പായിരിക്കാം, ഉണ്ണിയേശുവോ ക്രൂശി കിടക്കുന്ന യേശുവിനെയൊക്കെ ആയിരിക്കാം മുട്ടുമടക്കാൻ പ്രേരിപ്പിക്കുക, അതിനെ ചുംബിക്കുക. അതൊന്നും ചെയ്യാത്ത ഒരു ശേഷിപ്പിനെ ഭൂമിയിൽ എക്കാലവും ദൈവം വേർതിരിക്കും. അത് യേശുവിൻ്റെ കാലം തൊട്ടും അതിനു മുമ്പ് തൊട്ടും ഒരു ശേഷിപ്പിനെ, ദൈവവചനപ്രകാരം നിലനിൽക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം വേർതിരിച്ചു വെക്കും. അത് ആദ്യം ഈ 325 സഭയെ തെറ്റിച്ച് ഇവിടുത്തെ മത നേതാക്കന്മാർ, രാജാക്കന്മാർ, റോമിനെ ഭരിക്കുന്ന ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയൊക്കെ ഇതിനെ വേറൊരു റൂട്ടിലേക്ക് തിരിച്ചു വിട്ടപ്പോൾ പോലും ആ കാലഘട്ടങ്ങളിലും ഒരു ശേഷിപ്പ്, ഒരു വേർതിരിവുണ്ടായിരുന്നു. 7000 പേരെ അന്ന് ഇസ്രായേലിൽ വേർതിരിച്ചതുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ സത്യവചനം ഇന്നും സത്യവചനത്തിന്റെ പിന്നാലെ പോകുവാൻ സ്വർഗം നമ്മളെ സഹായിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ 2 എപ്പിസോഡ് കണ്ടു. ഇനി 3ാമത് ഒരു എപ്പിസോഡ് കൂടെ ഇതിന്റെ ബാലൻസ് ഉണ്ട്. അത് മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.